friends, welcome to English Mithra. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ എഴുതാനൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും, സംസാരിക്കാനും കുഴപ്പമില്ലാതെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല ഇടയ്ക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ച് ബോറിംഗ് ആണ്, അതായത് എപ്പോഴും ഒരേപോലത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര കോമൺ ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷനിൽ കുറച്ചുകൂടി പുതിയ വൊക്കാബുലറി ആഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ ഫ്രേസൽ വേർബ്സ് പഠിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി കേൾക്കാൻ സുഖമുണ്ടായിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ടി വിയിലും അതുപോലെ തന്നെ സീരീസിലൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ സുഖമുള്ളതിൻ്റെ മെയിൻ കാരണം അവർ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബാക്കപ്പ്. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രേസൽ വേർബാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതായത് ഒരാളെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ പറയാണ് ഐ വിൽ ബാക്ക് യു അപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഐ വിൽ സപ്പോർട്ട് യു എന്നാണ്. നമ്മൾ സപ്പോർട്ട് എന്ന വാക്കിന് പകരം ബാക്കപ്പ് എന്ന വാക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെൻ ദ ക്ലാസ് മെയ്ഡ് ഫൺ ഓഫ് മീ only the teacher backed me up. അതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തം ക്ലാസ്സും എന്നെ കളിയാക്കിയപ്പോൾ. മെയ്ഡ് ഫൺ ഓഫ് എന്ന് പറയുമ്പോൾ കളിയാക്കുക എന്നാണ് അർത്ഥം. കളിയാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. മെയ്ഡ് ഫൺ ഓഫ് മീ, എന്നെ കളിയാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, only the teacher backed me up എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്നെ ടീച്ചർ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. സോ ബാക്ക് അപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ട് എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇനി അടുത്ത ഫ്രേസൽ വേർബ് ഏതാണെന്ന് നോക്കാം. അടുത്ത ഫ്രേസൽ വേർബാണ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു സാധനം കേടാവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? എൻ്റെ കാറ് കേടായി അല്ലെങ്കിൽ എൻ്റെ കാറ് വർക്ക് ചെയ്യുന്നില്ല, അതിന് നമ്മൾ എന്താ പറയുന്നത്? അത് നമ്മൾ സ്പോയിൽഡ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, സ്പോയിലായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വേർബാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. എൻ്റെ കാറ് കേടായി അല്ലെങ്കിൽ എൻ്റെ കാറ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് എനിക്ക് ഇങ്ങനെ പറയാം, മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എൻ്റെ കാറ് കേടായി എന്നാണ് അർത്ഥം. സോ കേടായി, നശിച്ചു പോയി അല്ലെങ്കിൽ ചീത്തയായി പോയി മെക്കാനിക്കലായിട്ടുള്ള സാധനങ്ങൾ, കാറ്, ബൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ, ടി വി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെക്കാനിക്കലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേടായി എന്ന് പറയാനായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മൈ കാർ ഈസ് ഓൾവേസ് ബ്രേക്കിംഗ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എൻ്റെ കാറ് എപ്പോഴും കേടായിക്കൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ കാർ എപ്പോഴും കേടാകാറുണ്ട്. സോ ബ്രേക്ക് ഡൗൺ എന്ന ഫ്രേസൽ വേർബ് എന്തെങ്കിലും ഒരു മെക്കാനിക്കലായിട്ടുള്ള സാധനം, മെഷീൻ കേടാവുന്ന സമയത്ത് അത് കേടായി എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഫ്രേസൽ വേർബ് നോക്കാം, കോൾ അറൗണ്ട്. സോ കോൾ അറൗണ്ട് എന്ന ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒത്തിരി പേരെ വിളിക്കുകയാണ്, നമ്മൾ ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരെ വിളിക്കുന്നതിനാണ്, ഒത്തിരി പേരെ ഇങ്ങനെ വിളിക്കുന്നതിനാണ് നമ്മൾ കോൾ അറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ കൊടുത്തിരിക്കുന്നത്, റോയി കോൾഡ് അറൗണ്ട് ടു ഫൈൻഡ് എ നിയർ ബൈ മെക്കാനിക്. റോയിയുടെ വണ്ടി കേടായപ്പോൾ റോയ് ആണെങ്കിൽ അടുത്തുള്ള മെക്കാനിക്ക്, വണ്ടി കേടായി, ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി കേടായി, അവിടെ അറിയില്ല, സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, വിസിറ്റ് ചെയ്യാണ്, ഒന്നും അറിയില്ല, അവിടെ മെക്കാനിക്സ് ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് റോയ് പലരെയും വിളിക്കുകയാണ്, നിൻ്റെ അറിവിൽ ഈ സ്ഥലത്തൊരു മെക്കാനിക് ഉണ്ടോ, ഇവരൊരു മെക്കാനിക് ഉണ്ടോ, എന്നിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് മെക്കാനിക്സിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പേരെ, മൾട്ടിപ്പിൾ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതിനാണ് കോൾ അറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐ കോൾഡ് അറൗണ്ട് ഫോർ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഞാൻ സഹായത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പേരെ വിളിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഒത്തിരി പേരെ വിളിച്ചു, ഐ കോൾഡ് സോ മെനി പീപ്പിൾ എന്ന് പറയുന്നതിന് പകരം ഐ കോൾഡ് അറൗണ്ട് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഫ്രേസൽ വേർബാണ് കോൾ ഓഫ്. സോ കോൾ ഓഫ് എന്ന് പറയുന്നത് ക്യാൻസൽ എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാൻസി വേർഡാണ്. അതായത് ഇപ്പം ഞാൻ പറയാണ് ഐ ക്യാൻസൽഡ് ദ പാർട്ടി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഞാൻ പാർട്ടി ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ സിംപ്ലി സേ ഐ കോൾഡ് ഓഫ് ദ പാർട്ടി, വിച്ച് മീൻസ് ഞാൻ പാർട്ടി ക്യാൻസൽ ചെയ്തു എന്ന് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് കോൾഡ് ഓഫ് എന്ന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറയാനായിട്ട് ദ എക്സാം വാസ് കോൾഡ് ഓഫ് എന്ന് പറയാം, എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നതിന് പകരം. സോ ക്യാൻസൽ എന്നുള്ള വാക്ക് നിങ്ങൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാൻസൽ എന്നുള്ള വാക്കിന് പകരം യു ക്യാൻ യൂസ് കോൾ ഓഫ്. ഓക്കെ, ഇനി അടുത്ത ഫ്രേസാണ് ക്ലീൻ അപ്പ്. സോ ക്ലീൻ അപ്പിന് ആക്ച്വലി രണ്ട് മീനിങ് ഉണ്ട്. ക്ലീൻ അപ്പിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വിൻ അല്ലെങ്കിൽ ഒരു സക്സസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ക്ലീൻ അപ്പ് എന്ന് പറയാം. അതായത് അവരുടെ വിജയം അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ ദേ ക്ലീൻഡ് അപ്പ് എന്ന് വെച്ചാൽ അവർ അടിപൊളിയായിട്ട് ജയിച്ചു എന്നാണ് അർത്ഥം. സോ ഭയങ്കരമായിട്ടുള്ളൊരു സക്സസിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്ലീൻ അപ്പ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആ ക്രിക്കറ്റ് ടീം ക്ലീൻഡ് അപ്പ് അറ്റ് ദ ടൂർണമെൻറ്റ്.
എന്ന് വെച്ചാൽ ടൂർണമെൻറ്റിൽ തൂത്തുവാരി എടുത്തു ഞങ്ങളുടെ ക്രിക്കറ്റ് ടീം എന്നാണ് ഇവിടെ പറയുന്നത്. സോ അടിപൊളിയായിട്ട് ജയിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു, ഇറ്റ് വാസ് എ ഗ്രേറ്റ് വിൻ എന്നൊക്കെ പറയുന്നതിന് പകരം യു ക്യാൻ യൂസ് ദ ഫ്രേസൽ വെർബ് ക്ലീൻ അപ്പ്. സോ ദ നെക്സ്റ്റ് മീനിങ് ഈസ്, അടുത്ത മീനിങ് എന്ന് പറയുന്നത് നമുക്കിപ്പം മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ശീലം നിർത്തുക എന്ന് പറയാനായിട്ട് നമുക്ക് ക്ലീൻ അപ്പ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്, ഹർ ബോസ് സെഡ് ഷീ ഹാഡ് ടു എയ്തർ ക്ലീൻ അപ്പ് ഓർ ഫൈൻഡ് എ ന്യൂ ജോബ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവളുടെ ബോസ് അവളോട് പറഞ്ഞു ഒന്നെങ്കിൽ അവൾ ക്ലീനപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ഇവിടെ ക്ലീനപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ ക്ലീനപ്പ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ ചിലപ്പോൾ പുക വലിക്കുന്നുണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് ഓഫീസിൽ നിന്ന് പുക വലിക്കുന്നുണ്ടായിരിക്കും, അത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഓഫീസിൽ മദ്യപിച്ച് വരുന്നുണ്ടായിരിക്കും, അത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്വഭാവം നിർത്തണം, അല്ലെങ്കിൽ പുതിയ ജോലി നോക്കണം എന്നാണ് പറയുന്നത്. സോ അങ്ങനത്തെ സ്വഭാവങ്ങൾ നിർത്തണം എന്ന് പറയാനായിട്ട് ക്ലീനപ്പ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വിൻ അല്ലെങ്കിൽ സക്സസിനെ കാണിക്കാനായിട്ട് നമുക്ക് ക്ലീനപ്പ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 സിമ്പിൾ ഫ്രേസസ് ആണ്, ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ആണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ തോന്നുന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ അത് പോസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മെസ്സേജസിന് മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കൗൺസിലറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൗൺസിലർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം അത് ഓക്കെ ആണ്, നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സാണ്, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. English Mithra. Stop worrying, start learning.